ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ ടിക്കറ്റ് ടു ഫിനാലയുടെ 8ാമത്തെ ടാസ്കും അവസാനത്തെ ടാസ്കുമായ ഉല്ലാസയാത്ര ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായി ഒരു ഉല്ലാസയാത്ര ടാസ്ക് ഒരു എൻഡ്യൂറൻസ് ടാസ്ക്കാണ്. ടാസ്കിൽ ബസർ ശബ്ദം കേൾക്കുന്ന സമയത്ത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പഴയ കാർ ഉണ്ടാവും. ഈ കാറിനകത്ത് മത്സരാർത്ഥികൾ എല്ലാവരും കയറിയിരിക്കണം. ഇരുന്നതിന് ശേഷം ആരെങ്കിലും കാല് പുറത്തോട്ട് കുത്തുകയോ അല്ലെങ്കിൽ കാല് കുത്തുകയോ കൈ പുറത്തോട്ട് ഇടുകയോ ചെയ്യുന്ന പക്ഷം ആ വ്യക്തി ആ ടാസ്കിൽ നിന്നും ഔട്ടാകുന്നതാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ നേരം ആരാണ് ഈ ഒരു കാറിനകത്ത് ഇരിക്കുന്നത് ആ വ്യക്തിക്ക് 8 പോയിൻറ്റും ആദ്യം ഔട്ടാവുന്ന വ്യക്തിക്ക് 1 പോയിൻറ്റുകളുമായിരിക്കും കിട്ടുന്നത്. മുൻപുള്ള പല സീസണുകളിൽ നടന്നിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഈ ഒരു ഉല്ലാസയാത്ര ടാസ്ക്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സീസൺ 5 നാദറിയും ശോഭയും ഒക്കെയുള്ള ആ ഒരു സീസണിൽ അവർ ആ ഒരു ടാസ്ക് വളരെയധികം ഫണ്ണായിട്ട് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരുപാട് ചിരിപ്പിച്ച ഒരു ടാസ്ക് കൂടിയായിരുന്നു അന്ന് സീസൺ 5 ഈ ഒരു ടാസ്ക്. നിലവിൽ നൂറയും ആര്യനുമാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകളോടുകൂടി മുന്നോട്ട് നിൽക്കുന്നത്. അതായത് നൂറയ്ക്ക് 49 പോയിന്റും ആര്യന് 43 പോയിന്റുമാണ്. 9 പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ആര്യനും നൂറയും ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു ടാസ്ക് അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ നൂറയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ, അതായത് 8 പോയിന്റുകൾ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ടിക്കറ്റ് ഫിനാലേക്ക് കടക്കുന്നത് നൂറയായിരിക്കും. അല്ലെങ്കിൽ ആര്യനാണ് ഈ ഒരു പോയിന്റ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആര്യനായിരിക്കും. മറ്റു കണ്ടസ്റ്റൻസ് ഈ ഒരു രീതിയിലേക്ക് ടിക്കറ്റ് ഫിനാലേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും നൂറ അല്ലെങ്കിൽ ആര്യൻ, ഇവരിൽ ആരെങ്കിലും ഈ ഒരു ടാസ്ക് തോക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് കാത്തിരിക്കാം. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.